ഇതങ്ങനെയല്ല. വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ എന്താ പറയാ നല്ലൊരു കണ്ടന്റായിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് വന്നിരിക്കുന്നു. ദിലീപേട്ടന്റെ തിരിച്ചറിവ് മാത്രമല്ല, ഒരുപാട് പേർക്കുള്ള തിരിച്ചറിവും കൂടിയാണ് സിനിമ, ഒരുപാട് പേർക്കുള്ള ഉപദേശം കൂടിയാണ് സിനിമ. എന്താ പറയാ, ദിലീപേട്ടൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദിലീപേട്ട ഒത്തിരി പേര് അറിയാൻ വേണ്ടി കൂടിയാ ദിലീപേട്ടൻ ഈ സിനിമ ചെയ്ത്. ചിലപ്പോ ദിലീപേട്ടന്റെ അനുഭവം കൊണ്ടായിരിക്കാം, പക്ഷെ ഒരുപാട് പേരുടെ അനുഭവമുണ്ട്. സോഷ്യൽ മീഡിയ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിൽ വെച്ച് കളിക്കാൻ നിൽക്കരുത്, എപ്പോഴും അത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കുന്ന പകർത്തുന്നതായിരിക്കില്ല പലപ്പോഴും സത്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് മറ്റുള്ളവരും തയ്യാറാവുക, കാണികളും തയ്യാറാവുക. നേരെ വന്നിട്ട് അത് വിശ്വസിച്ച് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നല്ല കോമഡി ഇമോഷൻ എല്ലാം ഉണ്ട്, നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നല്ല കോമഡി ഒക്കെ അടിപൊളിയുണ്ട്, നല്ല പടമല്ലേ. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. നമുക്കൊരു ലാഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല. വളരെ കിടുപ്പനായിരുന്നു, നല്ല കോമഡി തമാശ എല്ലാം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു ദിലീപ് തിരിച്ചു വരുന്നത് പോലെ നല്ല പടം കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കണം. ഇതെന്തായാലും ഇത് വിജയിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പൊ അത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിന്റെ ഡയറക്ടർ പുതിയൊരു ഡയറക്ടറാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മാതാവിനെ ഞാൻ അംഗീകരിക്കുകയാണ്, ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കണ്ടന്റ് തെരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തതിന് വളരെ ഈ ക്രൂവിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നു.